ഹായ്. ഞാനിന്നൊരു ന്യൂസ് കണ്ടതേ, നമ്മുടെ മരിച്ചുപോയ കലാഭവൻ നവാസ് അഭിനയിച്ചൊരു സിനിമയുണ്ട് ഈഴ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സിനിമ OTT എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം, ഒരു ന്യൂസ് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് OTT എടുക്കാത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഒരു സിനിമയിൽ വേണ്ടത് സ്റ്റാർ വാല്യൂ ആണ്. അതിൻ്റെ കഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം എങ്ങനെയാണ്, അതൊന്നും അവർക്ക് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അങ്ങനെ തോന്നുന്നത് എനിക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഒരു സ്റ്റാറിലേക്ക് മാത്രം, അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഇതിൽ മാത്രം ഒരു സിനിമ ഒതുങ്ങി പോകണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു സിനിമ, ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമ എന്ന് പറയാം, ആ സിനിമ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് പോകുന്ന മോഹൻലാലിനാണ്. പിന്നെ കുറച്ച് സംവിധായകന് പോകും, പിന്നെ കുറച്ച് മ്യൂസിക് ഡയറക്ടർക്ക് പോകും. എന്നാലും ഏറ്റവും കൂടി നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്, അല്ലേ? ഇപ്പോൾ നടന്മാരുടെ റോള് ശരിക്കും എന്താണ് അതിനകത്ത്? അതായത് ക്രൂസ്, അതായത് മറ്റേ സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, അതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അത് സംവിധാനം ചെയ്യുന്ന ആൾ, അതിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ആൾ, ഇവരൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നൊരു ഫ്രെയിമിൽ ജസ്റ്റ് അഭിനയിച്ചിട്ട് പോകുന്നൊരു വ്യക്തി മാത്രമാണ് അഭിനേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പം ഇതൊരു തമാശക്കാണ്, ഇതാരും സീരിയസ് ആയിട്ട് എടുക്കരുത്. അതായത് കുറേ ആൾക്കാർ കൂടി ഒരു സദ്യ ഉണ്ടാക്കി വയ്ക്കുന്നു. ആ സദ്യ ഉണ്ടിട്ട് പോകുന്ന ആളെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ആ എന്താ പറയുക, സദ്യയുടെ അഭിപ്രായം പറയുന്ന ആളെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലൊരു റോളാണ് ശരിക്കും അഭിനേതാവിനുള്ളത് അതിനകത്ത്. ഇപ്പോൾ ബാഹുബലി സിനിമ എടുക്കാം. അപ്പോൾ ആ സിനിമയിൽ അതിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ കട്ടൗട്ട് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ ആ സെറ്റപ്പ് ഇട്ട ആൾക്കാർ, ആരൊക്കെ ആരെങ്കിലും അറിയുമോ? ആരും അറിയില്ല. നമ്മളറിയുന്ന ആരെ? പ്രഭാസിനെ അറിയും, രാജമൗലിനെ അറിയും, അല്ലേ? അപ്പോഴും ഫസ്റ്റ് നിൽക്കുന്ന പ്രഭാസ് തന്നെയാണ്. രാജമൗലി പ്രഭാസിൻ്റെ പിന്നിലായിരിക്കും എല്ലാവരും അറിയപ്പെടണേ. അപ്പോൾ അതാണ് പ്രശ്നം. അതായത് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെ വില ആരും കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ അതുതന്നെയാണ് ഈ നവാസിൻ്റെ കേസിലും സംഭവിച്ചത്. അതായത് സ്റ്റാർ വാല്യൂ നോക്കിയിട്ടാണ്